കൊല്ലം ഏരൂരിലെ ഓയിൽ ഫാമിൽ തൊഴിലാളിക്ക് വെട്ടേറ്റു. ഭാരതീപുരം സ്വദേശി പ്രതീഷിനാണ് വെട്ടേറ്റത്. എണ്ണപ്പനക്കുല നശിപ്പിച്ചതിന് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാണ് സൂചന. ഇതിനാണ് ആക്രമണം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംഭവിച്ചത് അവിടെ ഓയിൽ ഫാമിൽ കൊലകൾ ഇങ്ങനെ നശിപ്പിച്ചു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊലയെടുത്ത് പറക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ സ്കൂട്ടറിനകത്ത് വന്ന് മഴു എടുത്ത് എന്നെ വെട്ടിയത് ഞാനിങ്ങനെ തടഞ്ഞത് ഈ നടുഭാഗത്തേക്ക് കൊണ്ട് അങ്ങ് പോയി. പിന്നീട് ഞാൻ ആ മഴു എൻ്റെ കയ്യിൽ ഒതുക്കി, ഇല്ലെങ്കിൽ അവനെ കൊന്നേനെ. വെട്ടിയത് ഇപ്പോൾ ഈ നടുവിൻ്റെ ഭാഗത്താണ്. ഇന്നലെയാണ് മെനഞ്ഞാന്നാണ് ഇതിനെ നശിപ്പിച്ചത്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, എന്ത് സംഭവിച്ചുവെന്നാണ് ഈ തൊഴിലാളി പറയുന്നത്? പ്രതിയെ പിടികൂടാനായിട്ടുണ്ടോ? പ്രവിത, ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഭാരതീപുരം സ്വദേശിയായ പ്രതീഷിനാണ് വെട്ടേറ്റത്. വെട്ടിയത് ഇവിടെ ഇതിന് ഫാമിനുള്ളിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നടത്തിപ്പുകാരനായ രതീഷ് എന്ന ഭാരതീപുരം സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ തൊഴിലാളികളെ നിരന്തരം ഉപദ്രവിക്കുകയും പല രീതിയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതായത് ഈ പ്ലാന്റ് പൂട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഇടയ്ക്ക് ഉണ്ടായി. ഇതിനെ തുടർന്ന് നിരവധി തവണ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികളുമായി ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇയാൾ തടയുകയും വാഹനങ്ങൾ അള്ളുവെച്ച് നശിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഇവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ വെട്ടിന് ആസ്പദമായ സംഭവം നടന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ ഭാരതീപുരം M ഡിവിഷനിലെ 1-ാം ബ്ലോക്കിലെ ജീവനക്കാരനാണ് പ്രതീഷ്. പ്രതീഷും സംഘവും വെട്ടി സൂക്ഷിച്ചിരുന്ന ഈ എണ്ണപ്പന കുലകൾ രതീഷിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു എന്നുള്ള ഒരു പരാതി ഈ പ്രതീഷ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നൽകിയിരുന്നു. മാനേജ്മെന്റ് ഈ പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ രതീഷാണ് ഈ സംഭവം ചെയ്തത് എന്ന പേര് പരാമർശിച്ചിരുന്നില്ല. എന്നാൽ രതീഷിന്റെ പേര് പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ പ്രതീഷിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. മഴു കൊണ്ടാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. അവിടെ കൂടിയിരുന്ന തൊഴിലാളി വിവിധ യൂണിയൻ നേതാക്കളൊക്കെ ചേർന്നാണ് ഇപ്പോൾ പ്രതീഷിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ നിന്നും പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തൊഴിലാളി നേതാക്കളൊക്കെ ചേർന്നുകൊണ്ടാണ് പ്രതീഷിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നമുക്ക് അവരുടെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? ഇത് നിരന്തരമായി ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഓയിൽ പാമ്പുമായിട്ടൊരു പ്രശ്നത്തിന് കാരണം ഈ ഓയിൽ പാമ്പിന് സമീപം റിസർവ് വനത്തിൽ നിന്നും 10 മീറ്റർ മാത്രം അകലെ ഇവൻ കുറേ വസ്തു വാങ്ങിക്കൂട്ടി. അവിടെ വലിയ ആളുകളൊന്നും എത്തിപ്പെടുന്ന സ്ഥലമല്ല. അപ്പോൾ അവിടേക്ക് കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റികളിലെയും അടക്കം വലിയ മാലിന്യം ഓയിൽ പാമ്പിനകത്തുകൂടി തന്നെ ഉള്ള റോഡിൽ കൂടി തന്നെയാണ് ഇത് കൊണ്ടുപോയി ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും ഒരിക്കലും ആരും അവിടെ എത്താത്തതുകൊണ്ട് ആരും അറിഞ്ഞില്ല. പക്ഷേ ഇത് നമ്മുടെ നദിയുടെ ജനകീയ പ്രക്ഷോഭമായപ്പോഴാണ് ഈ പ്രശ്നം. അല്ല, ഇത് നമ്മുടെ ഇവിടുത്തെ ഇത്തിക്കര ആറ്റിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ഇത്. അത് കടന്നു വരുന്ന തോട്ടിലെ മാലിന്യം ഉണ്ടായി അവിടേക്ക് എത്തി ഈ ആറിനെ മലിനീകരണമാക്കുന്നതിനെ സംബന്ധിച്ച് തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കി. അവിടുത്തെ പ്രാദേശികവാദികൾ പ്രശ്നമുണ്ടാക്കി. അതിലൊരു പ്രതികാരത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ഈ സംഭവം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.